ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരു ഓർഡർ ചെയ്ത സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ അൺബോക്സ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനത് മീഷോന്നാണ് ഓർഡർ ചെയ്തത്. എൻ്റെ ഒരു കൂട്ടുകാരി ആമസോണിൽ നോക്കിയപ്പോൾ 1000 സംതിങ് ആണ് കേട്ടോ കാണിച്ചത്. ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തപ്പോൾ 372 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ സാധനം നോക്കുക, ജേണൽ സപ്ലൈസ് കിറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. പർപ്പിൾ തീമിലാണ് ഞാനത് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഞാനൊരു ജേണൽ 2 ജേണൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ വരുന്ന സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചത്. ഫസ്റ്റ് തന്നെ നമുക്കൊരു ഡയറിയാണ് കേട്ടോ, നല്ലൊരു ഡയറി തന്നെയാണ്. ഗ്രിഡ് ലൈൻസ് ഉള്ള ഒരു ഡയറിയാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് നമുക്ക് ഡയറിയാണ് കേട്ടോ ഞാൻ എടുത്തുള്ള. മൂൺലൈറ്റ് എന്നാണ് ഇതിനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ ജേണലൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അതിൽ ഗ്രിഡ് ലൈൻസ് ഉള്ള ഡയറിയാണ് കേട്ടോ. അടുത്തത് പിന്നെ നമുക്ക് കുറച്ച് കാർഡ്സ് ആണ് കേട്ടോ. ഇത് സൺസെറ്റിൻ്റെ കുറേ കാർഡുകളുണ്ട്, പിന്നെ കളർ സെൻസിൻ്റെ കാർഡുണ്ട്. ഇത് 2 എണ്ണം ചെയ്തുകൊണ്ട് ലാസ്റ്റ് ഇതേ ബാക്കി വന്നിട്ടുണ്ട്. പിന്നുള്ളത് ഇതേ വാഷി ടേപ്പാണ് കേട്ടോ. ഇതൊന്ന് എഴുത്തുള്ളതാണ് സൺസെറ്റിൻ്റെ, പിന്നെ ഒന്നൊരു വയലറ്റ് ഇല്ല. പിന്നെ നമുക്കുള്ളത് കുറച്ച് ഇതുപോലെ ഒരു കാർഡാണ് കേട്ടോ. ഇത് നമുക്ക് ഡോൾസ് എന്ന് പറയും, ഡോൾസ്. പിന്നെ അതേ കുറച്ച് മെമ്മോ കാർഡ്സ് ഉണ്ട്, പിന്നെ ചെക്ക് ലിസ്റ്റ് ഉണ്ട്, പിന്നെ വണ്ടർഫുൾ ഡേനെ കുറിച്ചിട്ട് എഴുതാനുള്ള കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. മെമ്മോ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ചെക്ക് ലിസ്റ്റ് ഇതാണ്. പിന്നെ വണ്ടർഫുൾ ഡേ ഇതാണ്. പിന്നെയെന്ന് പറയുന്നത് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. വിൻറ്റേജ് തീമിൽ പർപ്പിൾ കളറിലാണ് നമുക്ക് സ്റ്റിക്കേഴ്സ് കിട്ടിയില്ല കേട്ടോ. പിന്നെ കുറച്ച് ഡെക്കോഴ്സ് ഉണ്ട്. നല്ല ഡെക്കോഴ്സാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ജാപ്പനീസ് തീമിലുള്ളതുകൊണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കാർഡ്സ് വെക്കാനുള്ള ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ലെറ്റസ് ഫോർ യു കാറ്റ് പോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. അപ്പോൾ നമുക്കിത് ജേണലിൽ വെക്കാനുള്ളതാണ്. അല്ല എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം, അതിൽ കാർഡൊക്കെ വെച്ചിട്ടാണെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നമുക്കൊരു ജാപ്പനീസിൻ്റെ എഴുത്ത് സ്റ്റിക്കേഴ്സും കിട്ടിയിട്ടുണ്ട്, ഇംഗ്ലീഷ് തീമിലുള്ളതും കിട്ടിയിട്ടുണ്ടാകും. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സൺസെറ്റിനെ കുറിച്ചിട്ടും പിന്നെ സാധാ കളർ സെൻസ് അങ്ങനത്തെ വേറെ ഒരെണ്ണം. പിന്നെ കളർ സെൻസിനെ കുറിച്ചിട്ടും ഇതും കളർ സെൻസ് ഇങ്ങനത്തെ കുറച്ച് ഒരുപാടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സംഭവം. പിന്നെ കുറച്ച് നല്ല ഭംഗിയുള്ള കുറച്ച് പേപ്പേഴ്സാണ് കേട്ടോ. ഇതിൽ പേര് ഞാൻ മറന്നുപോയത്, പക്ഷെ നല്ല ഭംഗിയുള്ളൊരു പേപ്പേഴ്സാണ്. ഓരോ തീമിലുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു സംഭവമാണ്. ഒന്നാമത്തത് ഇതാണ്. ഫസ്റ്റ് നമുക്ക് ഗ്രിഡ് ലൈൻസിൻ്റെ മുകളിൽ കുത്തുള്ള ഒരു പേപ്പേഴ്സാണ് കേട്ടോ. ഡോട്ട് പേപ്പേഴ്സ് ഗ്രിഡ് ലൈൻസ് എന്ന് പറയും. പിന്നെ നമുക്ക് ഗ്രിഡ് ലൈൻസ് വെറും ഗ്രിഡ് ലൈൻസിൻ്റെ മുകളിൽ മൈനസ് കൊടുത്തിട്ടാണ്. പിന്നെ നമുക്കൊരു പർപ്പിൾ ഷീറ്റ് ആൻഡ് ലാവൻഡർ ഷീറ്റും കിട്ടിയിട്ടുണ്ട്. ഇത് കവായി പോലെയുള്ള സംഭവമാണ് കേട്ടോ. പാറ്റേൺ പേപ്പർ തന്നെയാണ്, പക്ഷെ കവായി ലുക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗായ്സ്, ഇത്ര സംഭവങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണേ. ഇനി ഞാൻ ചെയ്ത ജേണൽ കാണിച്ചു തരാം. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു സംഭവം ചെയ്തത്. ഫസ്റ്റത്തെ ഇതാണ് കേട്ടോ. ഞാൻ ചെറിയൊരു ലുക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇനിയുള്ളതൊക്കെ അടിപൊളിയാക്കാം. ഇത് ഞാൻ ഇന്ന് ചെയ്തതാണ്. ഇത് ഞാൻ മേടിച്ച അന്ന് രാത്രി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഗായ്സ്, എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. എൻ്റെ ഫ്രണ്ട് ആമസോണിൽ നിന്ന് നോക്കിയപ്പോൾ 1000 സംതിങ് ആണ്, പക്ഷേ നമുക്ക് മീഷോയിലാണെങ്കിൽ റേറ്റ് കുറഞ്ഞിട്ടും നല്ല ക്വാളിറ്റി തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വാങ്ങിക്കാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട, എല്ലാവർക്കും യൂസ്ഫുൾ ആവും. പിന്നെ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ.
എന്നുവെച്ചാൽ നമുക്ക് ബുദ്ധിയൊക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് ഒരു കഴിവായിട്ട് തന്നെ അത് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.